മീനാക്ഷി പറഞ്ഞതൊക്കെ സത്യം അമ്മേ. ആ ബെസ്റ്റ്. ഇതിനാണോ ഇത്രയും പണിപ്പെട്ടത്? ആൾക്കാരുടെ കഷ്ടപ്പാടും മെനക്കേടും മിച്ചം. മലതി, നീ ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞാണോ കുറ്റം? ഇത്രയൊക്കെ പെടാപാട് പെട്ടിട്ടും ആ കൊച്ചു കൈവിട്ട് പോയില്ലേ? നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്? ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയും എല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ചോദിച്ചത് കേട്ടില്ലേ? എല്ലാം തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന്? എന്നെ കൊണ്ട് കഴിഞ്ഞില്ല മുത്തശ്ശി. ഞാൻ തോറ്റുപോയി. കരഞ്ഞതുകൊണ്ട് സഹതാപം കിട്ടുമെന്ന് കരുതണ്ട. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിക്കണം. എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ മാലതി പറയുന്നേ? ഓ, അത് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ ആരുടെ കാതൊന്നും പൊട്ടയൊന്നും അല്ല. നിന്റെ കാതിനും നാവിനും യാതൊരു കുഴപ്പവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കേൾക്കരുതാത്തതേ കേൾക്കൂ, പറയരുതാത്തതേ പറയൂ. കൈമളേട്ടൻ അവളെ വഴക്ക് പറയുന്ന എന്തിനാ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. അത് കൊച്ചുമകളാണെങ്കിൽ പോലും. തെറ്റുപറ്റിപ്പോയി എനിക്ക്. എനിക്കിപ്പോ ആരുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല മോളെ. അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞാനെല്ലാം ഏറ്റെടുക്കുക. എല്ലാം എനിക്ക് തിരുത്തിയേ പറ്റൂ. ഞാൻ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഇവിടുന്ന് പോവാ മോളെ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ചവിട്ടും. മോളെ മീനാക്ഷി നിക്ക്. വിളിച്ച ഞാൻ വരില്ലമ്മ. എന്റെ തീരുമാനം ഉറച്ചതാ. അമ്മ ക്ഷമിക്കണം മോളെ. രാജലക്ഷ്മി, നീ എന്താന്ന് മിണ്ടാ നിൽക്കുന്നേ? കുഞ്ഞിനെ തിരികെ വിളിക്കൂ. ഞാൻ തിരിച്ചു വിളിക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. 18 കൊല്ലം നീ പടിക്ക് പുറത്തു നിർത്തിയ നിന്റെ മൂത്ത മകന്റെ കുഞ്ഞ് ആ പടി കറയും പോകുന്നത്. ആ പടി തുറന്നിട്ടിരിക്കുന്നതേ പോകേണ്ടവർക്ക് പോവാനാ.